എറണാകുളം ചോറ്റാനിക്കരയിൽ ഫ്രിഡ്ജിനുള്ളിൽ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ ശാസ്ത്രീയ പരിശോധന അല്പസമയത്തിന് തുടങ്ങുമെന്നാണ് പറയുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലായിരിക്കും ഈ പരിശോധന. YS അഭിനന്ദ് വിവരങ്ങളുമായി ചേരുന്നു. അഭിനന്ദ്, ഈ പറയുന്ന ശാസ്ത്രീയ പരിശോധനയിൽ എന്താണ് ഇതിന്റെ ദുരൂഹത എന്നതിനെക്കുറിച്ചൊരു വ്യക്തത കിട്ടും എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഹാഷ്മി, തീർച്ചയായിട്ടും ശാസ്ത്രീയ പരിശോധന പോസ്റ്റ്മോർട്ടം നടപടികളിലേക്കാണ് കടക്കുക. അല്പസമയത്തിനകം തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടപടികൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇന്നലെ വൈകുന്നേരമായിരുന്നു ചോറ്റാനിക്കര പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഫ്രിഡ്ജിനുള്ളിൽ അസ്ഥികളും മറ്റ് തലയോട്ടികളും ശരീരാവശിഷ്ടങ്ങളും കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ അതിന്റെ സമഗ്രമായ അന്വേഷണത്തിലേക്ക് ഇപ്പോൾ ഫോറൻസിക് സംഘവും പോലീസും കടക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് മെഡിക്കൽ പഠനത്തിനായി ഉപയോഗിച്ചതെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി അനുമാനിക്കുന്ന വിവരം എന്നത്. കാര്യം ഇതിനകത്ത് തലയോട്ടിൽ മാർക്കുകൾ ഉണ്ടായിരുന്നു. തലയോട്ടിലെ മാർക്കുകൾ കൃത്യമായി തന്നെ പരിശോധിക്കണം. അത് ഏതെങ്കിലും വിധത്തിലുള്ള മെഡിക്കൽ പഠനത്തിന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതിൽ വ്യക്തത വരുത്തുകയാണ് പ്രാഥമികമായ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുന്നത്. ഹാഷ്മി.